ടു ക്രിസ്ത്യാനോ ഫാൻസ് അങ്ങനെ എല്ലാവരും അഡ്മയർ ചെയ്യണം. കാരണം മെസ്സിയാണ് വലുത്. ആ ഒരു പെനാൽറ്റി കഴിഞ്ഞതിന് ശേഷം ആൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം അത്രയും ഒരു വേസ്റ്റ് ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു പെനാൽറ്റി ലൗത്താരോണ ഫൗൾ ചെയ്തതിനു ശേഷമാണ് ആ ഒരു പെനാൽറ്റി വന്നത്. ഒരുപാട് നേരം വാർച്ചക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കിട്ടിയതും ആളത് ഗംഭീരമായിട്ട് തന്നെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പുറത്തേക്ക് വന്നു. വേർ ഈസ് മെസ്സി? അതിനുശേഷം കണ്ടത് വേറൊരു ലെവലാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു 39-ാം മിനിറ്റിൽ വന്ന ആ ഒരു ഗോള് എടുത്തു പറയണം. കാരണം ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും. അത്രയും ഒരു കിടിലം മൂവ്മെന്റ് ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ദ ലയൺ ഹാസ് അറൈവ്ഡ്. അത്രയും ഒരു കിടിലം ഗോളോട് കൂടി പുള്ളി അവർ റെക്കോർഡും വെട്ടിച്ചായിരുന്നു. നിലവിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ആ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് പുള്ളി പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് കൂടിയായിരുന്നത്. അങ്ങനെ ബാക്ക് ടു ബാക്ക് പുള്ളി ആ ഒരു മാൻ ഓഫ് ദ മാച്ചും തൂക്കിയിട്ടുണ്ട്. ആളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്താ പറയാ, ഒരു ബീസ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കിടിലം പെർഫോമൻസ് ആണ് പുള്ളി നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടീം മൊത്തത്തിൽ പുള്ളിക്ക് വേണ്ടി അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സിനെ പിക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ട് ചില ഫാൻസിനൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം മൊത്തം ടീമും പുള്ളിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ളൊരു ലെവലിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ ഒരു പിക്ചറൊക്കെ നമ്മൾ കണ്ടാണ് ആ ഒരു ഓൾഡ് മെസ്സി ഫാൻസ്. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ഒരു അർജന്റീനിയൻ ഫാനിന് അല്ലെങ്കിൽ ഒരു മെസ്സി ഫാനിന് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടാവും. മെസ്സി തന്നെയാണ് നിലവിൽ അർജന്റീൻ ടീമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. ഇതെല്ലാം മറ്റു ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മെസ്സി കോമ്പറ്റീറ്റ് ചെയ്യുന്നതും യങ് പ്ലേയേഴ്സിനായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് ടു ഫ്രാൻസ്, അവരുടെ കിടിലം പെർഫോമൻസ് ബാക്ക് ടു ബാക്ക് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് എംബാപ്പയുടെ ഫോം, ആളുടെ ഗോൾസ് എന്താ പറയാ, വെടിക്കെട്ട് ഗോളുകളാണ് ആൾ ഈ ഒരു സീസണിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും കിടിലം പെർഫോമൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളുടെ ആ ഒരു പ്രൈം ടൈം ഇപ്പൊ ആൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം കിടിലം പെർഫോമൻസ് ആണ് ഓവറോൾ ആൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ ഗോളിൽ തന്നെ ഒലീസയുടെ ചെയ്യുന്ന ഒരു പാസ് വരുമ്പോൾ ഒട്ടും ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവിടെ നിന്ന് ഒരു ഫിനിഷിങ്, അതും ലെഫ്റ്റ് ഫുട്ട് കൊണ്ട്. നമ്മൾ പുള്ളിയുടെ ഒരു പ്രൈം ടൈമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുടെ ഗോളാണെങ്കിലും അസിസ്റ്റ് ആണെങ്കിലും അത് കഴിഞ്ഞ് എംബാപ്പയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു ബാങ്കർ ആണെങ്കിലും എല്ലാം കൊണ്ടും ഞെട്ടിയിട്ടുണ്ട്. എംബാപ്പ കഴിഞ്ഞിപ്പോൾ ഡെംബലയും ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒലീസയുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം ആളുടെ അസിസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. ആളുടെ കിടിലം പെർഫോമൻസ് വരുന്നുണ്ട്. ഈ ഒരു ടോപ്പ് 4 എന്താ പറയാ, ഒരു പീക്ക് ടൈമിലാണെന്ന് വേണമെങ്കിൽ പറയാം. നോർവേ ആണെങ്കിലും കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ഗോളുകൾ വരുന്നുണ്ട്, വിക്ടറികൾ വരുന്നുണ്ട്. അവർ ഇപ്പൊ തന്നെ ടോപ്പ് 2-ലായിട്ടുണ്ട്. അങ്ങനെ നോക്കൗട്ട് ഉറപ്പിച്ചെന്ന് പറയാം. ഹാളൻഡിന്റെ 2 ഗോളും ഒരു ടിപ്പിക്കൽ സ്ട്രൈക്കർ ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. ആളെപ്പോഴും ആ ഒരു പൊസിഷനിലുണ്ട്. അതാണ് ആളുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. റൺസ് ആണെങ്കിലും മേക്ക് ചെയ്യുന്നതൊക്കെ കിടിലൻ തന്നെയാണ്. ഓഡേഗാർഡിന്റെ പാസിൽ പുള്ളി ഒരെണ്ണം ഫൈൻഡ് ചെയ്ത് ഗോൾ അടിച്ചത് അത്രയും കിടിലെന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടീം അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടാണ്. അത്രയും കിടിലെന്നാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലമീൻ യമാൽ അടിച്ചു തൂക്കിയിട്ടുണ്ട്. അത്രയും അർജന്റീന ഫാൻസും അത്രയും സന്തോഷിച്ചിട്ടുണ്ട് ആ ഒരു വിജയത്തിൽ. ആളെ ഒരു റൈറ്റ് വിങ്ങിലുള്ളപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് സ്പെയിനെ തിളക്കാന്നുള്ളതിൽ. ആദ്യത്തെ ഗോളാണെങ്കിലും ആളുടെ ഓവറോൾ പെർഫോമൻസ് ആണെങ്കിലും ബാഴ്സക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പോൾ സ്പെയിനിന് വേണ്ടിയാണെങ്കിലും കിടിലം പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ കുറെ പഴി കേട്ട ഒരു താരം കൂടിയാണ്. അതിനുശേഷം പുള്ളി വന്ന് 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ടീമിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാം സൗദി അറേബ്യനെ. കാരണം അത്രയും കിടിലം മൂവ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുക്കറുടെ ഭാഗത്തു നിന്ന് വന്ന ഗോളാണെങ്കിലും ഒരു ഓൺ ഗോൾ ആയിരുന്നു. പക്ഷെ ഏറ്റവും മതബാധികവാൻ എന്ന് പറയുന്നത് ഫെറാൻ ടോറസ് ആയിരിക്കും. ആർക്കൊരു ഫിനിഷിങ്ങും ഇല്ല. 2 ഗോൾ എക്സ്ട്രാ അടിക്കായിരുന്നു. അതൊക്കെ കണ്ട് എന്തായാലും സ്പെയിൻ ആരാധകരൊന്നും ഞെട്ടിയിട്ടുണ്ടാവും.